ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നേക്ക് ഞാൻ ഉച്ചക്കത്തെ ലഞ്ചാണ് ഇന്നത്തെ പ്രിപ്പറേഷൻ കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ രാവിലെ ഞാൻ തൈരും ചോറൊക്കെയാണ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ആലോചിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, രാവിലെ ഉച്ചയ്ക്ക് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഞാൻ രാവിലെയാണ് കടയിൽ പോയിട്ട് മീനൊക്കെ ഉണക്കലൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. ചെള്ളിപ്പൊടിയാണ് വെക്കുന്നത്. ഞങ്ങളിവിടെ ചെള്ളിപ്പൊടി എന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. അപ്പോൾ നമുക്ക് ചീഞ്ചട്ടി വെച്ചു, നമുക്ക് ഓയിൽ ഒഴിച്ചു, അതിനുശേഷം കടുക് പൊട്ടിച്ചു. കടുക് ഒന്ന് പൊട്ടി തന്നെ വരണം കേട്ടോ, ഇതിലൊക്കെയാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. അതിനുശേഷം ഉലുവയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നും ചെയ്യുന്ന പോലെ നമുക്ക് ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന ശേഷം തക്കാളി ചേർത്താം കേട്ടോ. തക്കാളിയും ചെറിയുള്ളിയും പിന്നെ ഇതിൽ പുളിയാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് എന്താ പറയുക, അതിലാണ് ആ ചെള്ളിപ്പൊടിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ട് വന്ന ശേഷം ഞാനൊന്ന് ആ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് വേകാൻ വേണ്ടി അടച്ച് വെച്ച് വേവിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ ഒരാൾ ഉണ്ട മയക്കമാണ് കേട്ടോ, ഭയങ്കര ക്ഷീണത്തിൽ കിടക്കുകയാണ് കേട്ടോ, പാലും ചോറൊക്കെ കഴിച്ചിട്ട്. പിന്നെ കടുക് ഉലുവ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അതാത് കുപ്പികളിലൊക്കെ കൊട്ടി വയ്ക്കുകയാണ്. പിന്നെ മല്ലിപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ പാക്കറ്റ് നല്ലപോലെ തീരട്ടെ പറഞ്ഞിരുന്നതാട്ടോ. പിന്നെ പാക്കറ്റൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുകയാണ്. ബാക്കിയുള്ളത് ഞാൻ റബ്ബർ ബാൻഡിട്ട് കെട്ടി ഫ്രിഡ്ജിൽ കയറ്റി വെക്കും കേട്ടോ. അപ്പോൾ കുറേ ദിവസത്തിന് ഇങ്ങനെ കേടൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ഒരു ഉള്ളിലൊരു പേടി ഉണ്ടാവില്ല, കേടുവന്നോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊരു സാധനം പൊട്ടിച്ചാലും ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ കയറ്റി വയ്ക്കുക. പിന്നെ നമുക്ക് പുളിക്കുള്ള പ്രിപ്പറേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഉള്ളിയൊക്കെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. പിന്നെ പുളിയൊന്ന് നല്ലപോലെ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലപോലെ തിളച്ച് കുറുകി വരണം. അപ്പോൾ ഇതാട്ടോ ചെല്ലിപ്പൊടി എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഇവിടെ അടുത്ത ടൗൺ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ പോയി മേടിച്ചുകൊണ്ട് വന്നതാട്ടോ രാവിലെ. ഇതിന് ഞാൻ തലയൊക്കെ ഒന്ന് നുള്ളിക്കളയും. ഇത്രയും കാണുന്നില്ല, ഈ തലയൊക്കെ ഒന്ന് നുള്ളിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ. എന്നാലും അതിൻ്റെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ പച്ചമാങ്ങ ഉള്ളവർക്ക് പച്ചമാങ്ങ ഇട്ട് വയ്ക്കുക, വഴുതിനിങ്ങ ഇട്ട് വയ്ക്കുക. ഞാൻ പിന്നെ അതൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ചെള്ളിപ്പൊടി മാത്രം മതി എന്ന് പറഞ്ഞിട്ട് വെക്കുക കേട്ടോ. അപ്പോൾ തേങ്ങയരപ്പ് കുറച്ച് ചേർത്താൽ, തേങ്ങയരപ്പ് മെയിനാണ്. ഞാൻ അധികമൊന്നും തേങ്ങ ചേർക്കാറില്ല, കുറച്ചേ ചേർക്കാറുള്ളൂ. അപ്പോൾ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കുക. പിന്നെ നല്ലപോലെ ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പുളി ഒഴിച്ച ശേഷം പിന്നെ നമുക്കിത് തേങ്ങയരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്തൊരു 6-7 മിനിറ്റ് ഒന്ന് തിളയ്ക്കണം കേട്ടോ. അങ്ങനെ തിളച്ച് കുറുകി വരണം. അതിനുശേഷം നമുക്ക് ഈ ചെല്ലിപ്പൊടി ചീൻചട്ടിയിലിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അതിൻ്റെ ആ മണം തന്നെ നല്ല എന്താ പറയുക, ഒരു കിണ്ണം ചോറൊക്കെ കഴിക്കാം കേട്ടോ നമുക്ക്. നല്ലൊരു സ്മെല്ലാണ് അത് വറക്കുമ്പോൾ തന്നെ. അപ്പോൾ ഇതുപോലെ നന്നായി വഴണ്ട് ബ്രൗണിഷായി വരണം കേട്ടോ. അതിനുശേഷം നമുക്ക് അത് ഈ തേങ്ങയരപ്പ് ചേർത്ത് നമ്മുടെ ഈ കറി ഒന്ന് നല്ലപോലെ ഇങ്ങനെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ കോവയ്ക്കൊക്കെ നമുക്ക് അതിന് ഉപ്പേരി എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ കോവയ്ക്കൊക്കെ ഒന്ന് ഞാനൊന്ന് അരിഞ്ഞ് വെക്കുകയാണ്. പിന്നെ ഇതാ തേങ്ങയരപ്പൊക്കെ ചേർത്ത ചെള്ളിപ്പൊടി പുളി നല്ലപോലെ ഇങ്ങനെ സെറ്റായി അടിപൊളിയായി വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് അടച്ച് തീയൊന്ന് ഓഫാക്കി വെക്കാം. പിന്നെ ഞാൻ ഒന്ന് നനച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മെഷീനിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തോരയിടുകയാണ്. പിന്നെ ഏട്ടൻ്റെ ഡ്രസ്സുകൾ ഒരാഴ്ച പോയി വന്നതിൻ്റെ ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വൈറ്റ് ആൻഡ് വൈറ്റൊക്കെ കല്ലിൽ തന്നെയാണ് കേട്ടോ നനയ്ക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ ഞാൻ മെഷീനിലിടുന്നത്. ഈ വെള്ള ഡ്രസ്സുകളിലൊന്നും കറ അത്ര പെട്ടെന്ന് പോകുന്നില്ല. അപ്പോൾ ഞാനത് കല്ലിൽ തന്നെയാണ് നനയ്ക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ തോരയിട്ട് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ നമുക്ക് കോവയ്ക്ക ഉപ്പേരി വെക്കാം കേട്ടോ. അപ്പോൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ കോവയ്ക്ക ഇട്ടു കേട്ടോ. ഇന്നേക്ക് പച്ചമുളക് തീർന്നിരിക്കുക കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ കുറച്ച് എന്താ പറയുക മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അത് പച്ചമുളകിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളമൊഴിച്ച് ഞാൻ വേവിക്കാൻ വെച്ചു. പിന്നെ അവിടേക്ക് ഒന്ന് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ, ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ഈ കൂട്ടാനായി വന്നത് നമുക്ക് വേറെ പാത്രത്തിൽ വാങ്ങി വെച്ചാൽ അതൊരു ഭാഗത്ത് ഒതുക്കി വെക്കാം കേട്ടോ. പിന്നെ പാത്രം കുറച്ചുണ്ടായിരുന്നു, ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പിന്നെ മക്കൾ വന്നാൽ കഴിച്ചോളും കേട്ടോ. വൈകുന്നേരം അവർക്ക് ഉണക്കലാണ് അങ്ങനെയൊന്നുമില്ല, അവർ വന്ന് വൈകുന്നേരം വന്ന് ചോറുണ്ടോളും. അവർക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു മീൻ വേണമെന്നേ ഉള്ളൂ കേട്ടോ. എന്നാൽ നിർബന്ധം ഇല്ലേനും ഞാൻ വെച്ച് അവർ കഴിച്ചോളും.
അമ്മ എനിക്ക് ദിവസവും വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. എന്നാൽ നോൺ വെജ് കഴിക്കുന്നവരാട്ടോ അവർ. അപ്പോൾ അതാ നല്ലപോലെ കോവയ്ക്കൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ വലിച്ചു നീട്ടി ലോങ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊന്ന് ഇരുന്ന് കാണണം. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.